ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫഹദ് ഫാസിലിൻ്റെ വരാനിരിക്കുന്ന മികച്ച സിനിമകളുടെ ഒരു ലിസ്റ്റിനെ കുറിച്ചാണ്. അതിൽ ഒന്നാമത്തേത് ആവേശം. രോമാഞ്ചത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന ചിത്രം. ഇതിനോടകം തന്നെ ടീസറും ട്രെയിലറും പാട്ടും ഓൺലൈൻ ട്രെൻഡിങ് ലിസ്റ്റിലാണ്. വരുന്ന ഏപ്രിൽ 11 ചിത്രം തിയേറ്ററുകളിൽ എത്തുകയാണ്. ഷെർലക്. മാലിക്കിന് ശേഷം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രം. MT വാസുദേവൻ നായരുടെ 10 ചെറുകഥകളെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ആന്തോളജി സിനിമയിലെ ഒരു സെഗ്മെൻറ്റാണ് ഷെർലോക്ക്. ഫഹദ് ഫാസിലും നാദിയ മൊയ്തുവും ആദ്യമായി അഭിനയിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. കാനഡയിൽ ചിത്രീകരണം പുരോഗമിക്കുന്നു. പുഷ്പ 2. പുഷ്പ ദ റൈസ് തിയേറ്ററുകളിൽ നിറഞ്ഞോടിയ ചിത്രമാണ്. അത് സീക്വലാണ് പുഷ്പ 2 ദ റൂൾ. സുകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഈ വർഷം ഓഗസ്റ്റിൽ റിലീസാകും. ഓടും കുതിര ചാടും കുതിര. ഞണ്ടുകളുടെ നാട്ടിൽ ഇടവേള എന്ന ചിത്രത്തിന് ശേഷം അൽതാഫ് സലീം സംവിധാനം നിർവഹിക്കുന്ന ചിത്രം. ഛായാഗ്രഹണം ആനന്ദ് സി ചന്ദ്രൻ. എഡിറ്റിംഗ് അഭിനവ് സുന്ദർ നായക്. മികച്ച ടെക്നീഷ്യൻസിൻ്റെ പേര് തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ പ്രതീക്ഷ. വെട്ടിയാൻ. രജനീകാന്ത്, അമിതാഭ് ബച്ചൻ, ഫഹദ് ഫാസിൽ. കേൾക്കുമ്പോൾ തന്നെ ആവേശം തോന്നുന്ന കാസ്റ്റ്. ജയ്ഭീം എന്ന കാലിക പ്രസിദ്ധിയും നിരൂപക പ്രശംസയും നേടിയ ചിത്രത്തിന് ശേഷം TG ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് വെട്ടിയാൻ. മാരീശൻ. മാമന്നൻ്റെ തിളക്കമാർന്ന വിജയത്തിന് ശേഷം വടിവേലു ഫഹദ് ഫാസിൽ കൂട്ടുകെട്ടിൽ വരുന്ന സിനിമയാണ് മാരീശൻ. RB ചൗധരി സൂപ്പർ ഗുഡ് ഫിലിംസിൻ്റെ 98ാമത് സിനിമ എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. സുധീഷ് ശങ്കറാണ് സംവിധാനം നിർവഹിക്കുന്നത്. കരാട്ടെ ചന്ദ്രൻ. റോ എന്ന സംവിധായകൻ്റെ ആദ്യ സിനിമ. ആക്ഷൻ കോമഡി ജോണറിൽ വരുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് ഭാവന സ്റ്റുഡിയോസാണ്. S ഹരീഷും വിനയ് തോമസും ചേർന്നാണ് ഈ ചിത്രം എഴുതിയിരിക്കുന്നത്. ഈ വർഷം മെയ് 30 ചിത്രം തിയേറ്ററുകളിലെത്തും. ഓക്സിജൻ ആൻഡ് ഡോൺ ട്രബിൾ ദ ട്രബിൾ. രാജമൗലി എന്ന ബ്രഹ്മാണ്ഡ സംവിധായകൻ്റെ മകൻ SS കാർത്തികേയ നിർമ്മിക്കുന്ന സിനിമകളാണ് ഓക്സിജനും ഡോൺ ട്രബിൾ ദ ട്രബിളും. ഓക്സിജൻ ഒരു ത്രില്ലർ ജോണറിലും ഡോൺ ട്രബിൾ ദ ട്രബിൾ ഒരു ഫാൻറ്റസി കോമഡി ജോണറിലും ഒരുങ്ങുന്ന സിനിമയാണ്. ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ മേഖലയിലും തരംഗമായി മാറിയിരിക്കുകയാണ്. വിക്രം 2. ലോകേഷ് കനകരാജ് എന്ന ഒറ്റപ്പേര് മതി ഈ ചിത്രത്തിന് കാത്തിരിപ്പ് ഏറെ വലുതാവാൻ. വിക്രം എന്ന ചിത്രത്തിൻ്റെ ജനപ്രീതിയും അതിലെ LCU മാജിക്കും നമ്മൾ കണ്ടതാണ്. ഇനി വരാൻ പോകുന്ന വിക്രം 2 അതിനു മുകളിലായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതൊക്കെയാണ് വരാനിരിക്കുന്ന ഫഹദ് ഫാസിലിൻ്റെ ഈ വർഷത്തെ പ്രധാന റിലീസുകൾ. മലയാളത്തിൽ നിന്നൊരു നടൻ ഇതര ഭാഷകൾ കൂടി കാലുറപ്പിക്കുന്നത് മലയാളിയായ സർവോപരി സിനിമ ആസ്വാദകനായ ഏവരിലും അഭിമാനമുണ്ടാകുന്ന ഒന്നാണ്. വലിയ വിജയങ്ങൾ ഇനിയും തേടി വരട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.